ദൈവത്തിന് തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ആത്മീയ യാത്ര എന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ്. ഈ ലക്ഷ്യത്തിലേക്ക് നാം നോക്കുമ്പോൾ ഇതിനു വേണ്ടി ഓടുകയും ഈ ഓട്ടക്കളത്തിൽ ഓടി ബിരുദ പ്രാപിച്ച അനേകരെയാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ, സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും എന്നെ രംഗങ്ങളാകയാൽ ഞാൻ, സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും അൻകൊന്നായിരങ്ങളാകയാൽ ഞാൻ, നവവും ഭാരവും ഞാനോടുമേ നേരവും യേശുവെ നോക്കിടും, ആഗ്രഹവും പാപവും വിട്ടു ഞാനോടുമേ നേരവും യേശുവെ നോക്കിടും. സിയോൻ സഞ്ചാരിനാൻ യേശുവിൽ ചാരിന അപ്പോൾ ഇതൊരു ഓട്ടമാണ്. ഈ ഓട്ടക്കളത്തില് ഈ ഓട്ടം പൂർത്തിയാക്കി അനേകർ നമ്മുടെ മുൻപിലുണ്ട്. സാക്ഷികളുടെ വലിയ സമൂഹമാണ്. എന്നാൽ ഈ ഓട്ടക്കളത്തിൽ നമ്മുടെ ഓട്ടം എങ്ങനെ പൂർത്തീകരിക്കുവാൻ കഴിയും? It's a great run. And how could we reach the target? How could we reach the goal? That's the most important thing. When we see the cloud of witnesses ahead of us, we must remember how they reached that goal. സാക്ഷികളുടെ വലിയ സമൂഹം നമ്മുടെ മുൻപിലുണ്ട്. അവരെങ്ങനെയാണ് അവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയണം. ഈ ആത്മീയ യാത്രയിൽ, ഈ ആത്മീയ ഓട്ടത്തിൽ നമുക്ക് തടസ്സമായി വരുന്നത്, മുൻപോട്ട് പോകാൻ കഴിയാതെ വരുന്ന രണ്ട് കാര്യങ്ങളാണ് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഭാരങ്ങൾ. രണ്ട്, പാപങ്ങളല്ല, മുറുകെ പറ്റുന്ന പാപങ്ങൾ. മുറുകെ പറ്റുന്ന പാപങ്ങൾ ആണ് ഒരു വ്യക്തിയെ തകർക്കുന്നത്. ഉപവാസങ്ങൾ കഴിഞ്ഞു വീണ്ടും 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 ഉപവാസങ്ങളാണ്. പക്ഷെ ഓരോ ഉപവാസം കഴിഞ്ഞിട്ടും ആത്മീയമായിട്ട് വളരുവാൻ കഴിയുന്നില്ല. അതിന്റെ കാരണങ്ങൾ എന്താണ്? നമ്മെ മുറുകെ പറ്റുന്ന പാപങ്ങളോട് യാത്ര പറയുവാൻ നമുക്ക് കഴിയുന്നില്ല. മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്നുള്ളത്, how is translated in English? A sin that clings so closely. It's hold so closely. It is sticking on. You can't pluck it away. So after fasting, you are fasting. Very good. You come, you sing aloud, you clap, you sing hallelujah, praise the Lord. Isn't it, George? Everything is fine. Everything is fantastic. Nice bombastic songs, nice uniforms. Everything is fine. But you are not growing. Why you are not growing? That's a question. എത്രയോ ഉപവാസങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു, എന്നിട്ടും ഒരു ഇഞ്ച് പോലും ആത്മീയമായിട്ട് വളരുവാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? ഒരു വാർഷിക ത്രിദിന ഉപവാസം പൂർത്തീകരിച്ച് 23 ദിവസങ്ങളെ ഇന്നായിട്ടുള്ളൂ. ആർക്കെങ്കിലും പറയാമോ ഞാൻ വളർന്നെന്ന്? ഞാൻ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു, ദൈവകൃപ പ്രാപിച്ചു, അനുഗ്രഹങ്ങൾ പ്രാപിച്ചു വന്നു, ഞാൻ വളർന്നു വന്ന് ഒന്നും വേണ്ട, ഒരു മില്ലിമീറ്റർ വളർന്നെന്ന് പറയാൻ സാധിക്കും? എനിക്ക് വളർച്ച ഉണ്ടായെന്ന് പറയുവാൻ സാധിക്കും? സാധിക്കാത്തതിന്റെ കാരണം നമ്മുടെ മുന്നിലുള്ള ഒരുപാട് ഭാരങ്ങളുണ്ട്. ലോകത്തിൻ്റെതായ ഒരുപാട് ഭാരങ്ങളുമായിട്ടാണ് നാം പോകുന്നത്. നമ്മെ മുറുകെ പറ്റുന്ന ഒരുപാട് ആകർഷണങ്ങളുണ്ട്. പാപങ്ങൾ എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കുന്നത് ഉടൻ മദ്യപാനം, വ്യഭിചാരം, ഇങ്ങനെ 2-3 കാര്യങ്ങളൊക്കെയാ. ഇതൊന്നുമല്ല. സ്വാർത്ഥതയും ആർത്തിയും പണക്കൊതിയും വഞ്ചനയും ചതിയും വ്യഭിചാരവും വേശ്യാവൃത്തിയും എന്തെല്ലാം ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നു പോകും. ഇതുകൊണ്ട് ഒരിക്കലും മുൻപോട്ട് പോകാൻ സാധ്യമല്ല. യു ക്യാൻ നെവർ ഗോ ഫോർവേഡ്. ഇത് ഓട്ടമാണ്. വേറൊരുത്തൻ മുന്നേ കയറും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയിരിക്കുന്നത്, ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ വിരുദു ഭാവിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നു ബിരുദു പ്രാപിക്കുന്നോനേക
നായകൻ മാത്രമല്ലയോ, ഭാരം പാവം നീക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിടാം. നല്ലവന്റെ വല്ല പാടുന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിടാം. വല്ലവന്റെ നല്ല പാപത്തിൽ തുറന്നിടാം. അപ്പോൾ ആകുലമായിട്ട് ഭാരങ്ങളാണ്, ആകുലങ്ങളാണ്, ആശങ്കകളാണ്, ഇതെല്ലാം ഭാരമാണ്. യേശുക്രിസ്തുവിൽ വിശ്വാസമുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സകലത്തിലും മതിയായവനാണെന്ന് പറയുകയും അനേകമായ ആകുലങ്ങൾ, അനേകമായ ഭാരങ്ങളുമായിട്ടാണ് നമ്മൾ ഓടാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ഓട്ടക്കളത്തിൽ വലിയ ചുവടുമായിട്ട് ഓടിയാൽ മുൻപോട്ട് ഓടാൻ പറ്റുകയില്ല. യു ക്യാൻ നെവർ മേക്ക് എ റൺ വിത്ത് ഹെവി വെയ്റ്റ്സ് ഓൺ യു. There are so much of weights all around you. Anxieties. You see? Despair, anger, everywhere, everything. വിദ്വേഷം, അസൂയ, ഒരു ഭാരങ്ങളെ കെട്ടിവെച്ചിരിക്കുകയാണ്. മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അനുസരണമില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകളാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ അനുസരിക്കുവാൻ കഴിയുകയില്ല. ഭാര്യയൊക്കെ ഭർത്താവിനോട് കുറച്ച് ഗെറ്റ് ഔട്ട് എന്നൊക്കെയാ പറയുന്നത്. പണ്ട് കാലത്ത് കെട്ടുകേഴ് പോലും ഇല്ല. ഈ തള്ളമാർ എന്തുവായി മക്കളെ പഠിപ്പിച്ചു വിടുന്നത്? എനിക്ക് അത്ഭുതമാണ്. ചിലപ്പോൾ ഞാൻ രഹസ്യമായിട്ടൊക്കെ കേൾക്കും ചില സ്ഥാനങ്ങളിൽ, ഗെറ്റ് ഔട്ട്. ഈ അമേരിക്കയിൽ എല്ലിങ് ഉണ്ട്, എന്റെ അണ്ണാക്കിൽ തീക്കൊള്ളി ഇറക്കണം. ഭർത്താവിനെ അപമാനിച്ചാൽ ഭർത്താവിന്റെ തലയാണ്. അപ്പോൾ ഇന്നത്തെ ആത്മീയമായ ഓട്ടം എന്നൊക്കെ പറഞ്ഞ പൊള്ളയാണ്. കാരണം എന്താ? നിന്റെ മനസ്സ് തറേ വിദ്വേഷവും മറ്റേ മറിച്ച് ഭർത്താവിനെ ലവലേശം. നീ പറയുന്നൊക്കെ ഭർത്താവ് കേട്ടോണം. അവനൊരു ഊന്നോടിയാണ്. നീ പറയുന്നൊക്കെ കേൾക്കാനുള്ള ഒരു സ്റ്റെപ്പിനായിട്ട് വെച്ചിരിക്കുക. അല്ലാതെ ഭർത്താവിന്റെ തലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അയാൾ എന്ത് പറഞ്ഞാലും ബഹുമാനിക്കാൻ കഴിയത്തില്ല. എന്താ കാരണം? നീ ലോകമോഹത്തിൽപ്പെട്ടിരിക്കുന്നു. ഒന്ന് പരിശോധിച്ച് നോക്കണം. നിന്റെ ജീവിതത്തിൽ 10, 50, 60, 70 വയസ്സായി നീ എന്താ നേടിയത് ലോകത്തില്? നിന്റെ മക്കൾ എവിടെയാണ്? നിന്റെ കുടുംബം എങ്ങനെയാണ്? നിനക്ക് മനോഹരമായിട്ടൊക്കെ പറയാം, അതാണ് ഇതാണെന്നൊക്കെ പറയാം. പക്ഷേ ലോകം നിന്നെ നോക്കുന്ന എതിരിലാണ്. ലോകം നോക്കുന്ന ദൈവത്തിന്റെ സ്ഥാനം നിനക്ക് എന്ത് പ്രാഗൽഭ്യമാണ്? കാരണം നിനക്ക് ഓട്ടം ഓടാൻ സാധിക്കത്തില്ല. ഈ ഭാരങ്ങളാണ് നിന്റെ ജീവിതത്തിൽ. ലോകമോഹങ്ങളാകുന്ന ഭാരങ്ങൾ വെച്ച് കിട്ടിയിരിക്കുകയാണ്. ലോകത്തിന്റെ മുറുകെ പറ്റുന്ന പാപങ്ങൾ ജീവിതത്തിൽ എന്താ ആർക്കും വളരാൻ കഴിയാത്തത്? ഓരോ ഉപവാസം കഴിഞ്ഞു വന്നു. എന്തുകൊണ്ട്? വൈ ആർ യു നോട്ട് ഗ്രോയിങ്? Your sins are sticking on. You come here and sing aloud. That's why I am not bothered about all these sort of ecstasies. ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് ഞാനൊന്നുമില്ല, ശാന്തമായിട്ട്. കാരണം ഞാൻ ഈ വർഷങ്ങളായിട്ട് 10-40 വർഷമായിട്ട് ഉപവാസം എടുക്കും. ഇതൊക്കെ വെറും പൊള്ളത്തരമാണെന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം വളരുന്നില്ല. മുറുകെ പറ്റുന്ന പാവങ്ങളെ നിന്നെ പുറകോട്ട് വലിക്കുന്നത്. ലോകത്തോടുള്ള ആർത്തി. ചിലപ്പോൾ ഞാൻ ചില വ്യക്തികളൊക്കെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയും, അവന് പണത്തോടുള്ള ആർത്തിയാണ്. ദൈവത്തിന് വേണ്ടി വേലയൊക്കെ ചെയ്യാനൊക്കെ മുന്നോട്ട് വരും, നിന്നോടൊക്കെ നിൽക്കും. പക്ഷേ ജീവിതത്തിലുള്ള വലിയ ബലഹീനത പണത്തോടുള്ള ആർത്തിയാണ്. പണം സമ്പാദിച്ചുള്ളൂ, യാതൊരു തെറ്റുമില്ല, പാപമല്ല പണം സമ്പാദനം. പക്ഷേ നീ ദൈവത്തിനോട് പ്രവർത്തിക്കുന്നു പറയുമ്പോൾ ഈക്വലന്റ് ഓർ ഈവൻ മോർ യു ഹാവ് ടു തിങ്ക് ഓഫ് ഗാഡ്. ദൈവത്തിന് വേണ്ടി നീ പണത്തിന് വേണ്ടി നീ തലയും കുത്തി മറിയുമ്പോൾ നിന്റെ ദൈവത്തിന് വേണ്ടി എന്താ നക്കാപ്പിച്ചെടുത്ത് കൊടുക്കും. ദൈവത്തിന് വേണ്ടി നിനക്ക് തരുന്ന എന്താണ് ദൈവത്തിന് അറിയത്തില്ലേ? നീ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന എന്താണ് ദൈവത്തിന് അറിയത്തില്ല. അപ്പൊ നാനും കൊടുത്തു. വലിയൊരു ഓർഡർ 100 ഓർഡർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് കിട്ടിയതാണെന്ന് വിചാരിക്കുന്നത്. നീ ലക്ഷത്തിലാണ് ഇവിടെ കിടന്ന് പിടിക്കുന്നത്. ഒരു വർഷം കിട്ടുന്ന വരുമാനം എത്രയാണ് ദൈവത്തിന് അറിയാം. മക്കളെ ദശാംശം കൊടുക്കാൻ പഠിപ്പിക്കത്തില്ല. ചെറുപ്പത്തിലൊക്കെ ദശാംശം കൊടുക്കാൻ കാശുണ്ട്. പക്ഷേ മക്കൾക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ അവരോട് ഇതിന്റെ ചുമതലയാണ്. മക്കളെ വളർത്തുമ്പോൾ ഓർത്തുകൊള്ളണം. നിനക്ക് അനുഗ്രഹം ഉണ്ടാണെങ്കിൽ അവരെ ദശാംശം എല്ലാ മാസം കൊടുപ്പിക്കും. അത് പറയാൻ പേടിയാണ്. നിനക്കൊന്നും തരുന്നില്ല, പോട്ടെ, ദൈവത്തിലുള്ളത് നീ കൊടുപ്പിക്കാൻ പഠിക്കണം. അപ്പൊ മുറുകെ പറ്റുന്ന പാപം നമ്മുടെ സ്വാർത്ഥ സ്വഭാവങ്ങളാണ്. ദൈവകൃപയിൽ വളരുവാൻ കഴിയണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മുറുകെ പറ്റുന്ന പാപം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കണ്ടുപിടിക്കണം. ഈ മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്താണ്? ലോകത്തിന്റെ മോഹങ്ങളാണോ? സ്ഥാനമാനങ്ങളോടുള്ള ആഗ്രഹങ്ങളാണോ? അഹംഭാവമാണോ? അലസതയാണോ? അസൂയയാണോ? What are the factors that pull you down? What are the sins that stick on to you? See, it's not enough that
three days you are here, very holy. You become very holy and go back. But the next moment you go into filth. 3 ദിവസം ഇവിടെ നിന്ന് അത് കഴിഞ്ഞ് 4ാമത്തെ ദിവസം പോയിക്കോ, നിനക്ക് പാർട്ടിയായ നിന്റെ പഴയ കൂട്ടുകാരായ നിന്റെ പഴയ സെറ്റപ്പായ നിനക്ക് എവിടെ വളരാൻ കഴിയും? നീ ആരെയാ കളിപ്പിക്കുന്നത്? ദൈവത്തെയാണ് കളിപ്പിക്കുന്നത്. So it's not enough that you become holy in these 3 days. You have to become holy for all your life. The process is a long one. The run is a long one. And for that, you have to look at Jesus. That's the most important thing. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കണം. മറ്റൊരു ഡിസ്ട്രാക്ഷൻ സാധ്യമല്ല. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറാകണം. ചിലപ്പോൾ കൂട്ടുകാർ പിരിഞ്ഞു, പിന്നെ പ്രിയപ്പെട്ടവർ അകന്നു പോയെന്നിരിക്കും, സ്നേഹിതർ വേർപിരിയെന്നിരിക്കും. അതൊരു വിഷയമാക്കാൻ പാടില്ല. സഭ പുറന്തള്ളിയെന്നിരിക്കും. ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. നീ യേശുവിനെ നോക്കിയാൽ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ടോളണം. ആര് മാറിയാലും നിനക്ക് ഭയപ്പെടേണ്ട കാര്യങ്ങൾ. അതാണ് ഈ ഓട്ടത്തിന്റെ പ്രത്യേകത. യഹൂദ സഭ പുറത്താക്കി, വേട്ടയാടി, അവരെ കൊന്നൊടുക്കുവാൻ ശ്രമിച്ചു. പക്ഷെ പൗലോസ് പിന്നോട്ട് പോയില്ല, മുൻപോട്ട് ഓടിയത്. വാസ്തവമായിട്ട് ആത്മീയ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കർത്താവിന്റെ ജീവിതത്തിൽ വന്നൊക്കെ ഉണ്ട്. കർത്താവിന്റെ സഭ എന്തുമാത്രം പീഡിപ്പിച്ചു, അതൊന്നും വിഷയമാക്കേണ്ട കാര്യമില്ല. നിന്നെ മുറുകെ പറ്റുന്ന പാപങ്ങൾ പറിച്ച്, അതാണ് ഏറ്റവും പ്രധാനം. അതെന്തോ ആ മുറുകെ പറ്റുന്ന പാപം എന്നുള്ളത് പ്രിയപ്പെട്ട രാജു പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ എന്താണെന്ന് അവരവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നിന്നെ മുറുകെ പറ്റുന്ന പാപം നീ ഉപേക്ഷിച്ചിട്ടില്ല. കാരണം നീ വളരുന്നില്ല. ഉപവാസങ്ങൾ എത്ര രക്ഷിച്ചാലും ഒരു പ്രയോജനവുമില്ല. നിന്നെ കൊണ്ട് ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല. എന്താ ഉപയോഗിക്കാൻ കഴിയാത്തത്? കാന്തത്തിന് കാന്തശക്തി ഇല്ലെങ്കിൽ ആരെങ്കിലും ആകർഷിക്കാൻ കഴിയുമോ? നീ ഒരു കാന്തമായിട്ട് മാറുവാൻ കഴിയത്തില്ല. ഈ കാന്തത്തിന്റെ കാന്തശക്തി പോരുന്നതെന്ന് പറയുമ്പോൾ ഇരുമ്പ് കൂടുതലായിട്ട് വരും, ആകർഷണ ശക്തി അതിൽ കുറഞ്ഞു പോകും. നിനക്കത് വരാൻ കഴിയാത്തപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിന്നെ മുറുകെ പറ്റുന്ന പാപത്തിന് നീ വിധേയനാണ്. അതിനെ പറിച്ചു കളയാൻ കഴിയുന്നില്ല. അതെന്താ പാപം എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരുവാൻ കഴിയുകയില്ല. ഒരു സുവിശേഷം, ഒരു പ്രവാചകനും പറയാൻ കഴിയും. അത് കർത്താവിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഒന്നറിയാം, ഇത് ഈ മുറുകെ പറ്റുന്ന പാപം കൊണ്ട് നിനക്ക് ബിരുദ പ്രാപിക്കുവാൻ കഴിയുകയില്ല. ഒരിക്കലും ഒന്നാമതെത്തുവാൻ കഴിയുകയില്ല. ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നീ ഓടണം. ഭാരങ്ങളെല്ലാം എടുത്ത് ദൂരെ കളയണം. ആകുലങ്ങൾ മാറ്റണം. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും യേശുവിനെ മാത്രം നോക്കണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവാനായ യേശു. ഞാനൊരു ഗ്രീക്ക് കഥ ഓർക്കുകയാണ്. ഒരു രാജകുമാരി സ്വയംവരത്തിനായിട്ട് സ്വയം സമർപ്പിച്ചു. ഒരു കണ്ടീഷനുണ്ട്. സ്വയംവരത്തിനായിട്ട് അവൾ സർവ്വവിഭൂഷിതയായിട്ട് അവിടെ നിൽക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും വന്നാൽ സ്വയംവരത്തിൽ സംബന്ധിക്കാം. സാധാരണക്കാരനോ അല്ലെങ്കിൽ രാജകുമാരന്മാർക്കോ, എനിബഡി ക്യാൻ കം ആൻഡ് പാർട്ടിസിപ്പേറ്റ് in that great contest. It is just to get anybody who desires to marry that particular princess, they have to come and participate in this test. So she would be dressed up in all the finest linen and the most beautiful bridal makeup should be waiting. But one condition is there. If they fail the test, immediately they will be beheaded. There's no more going back to their kingdom. No. Only those who are prepared to lay down their lives for that princess, to make her his wife, or only they can come and compete. So many came, and a poor man came. He was a laborer. അവൻ വന്നു. രാജകുമാരന്മാർ വന്നു. പക്ഷെ അകത്തോട്ട് പോകുന്നവരാരും പുറത്തോട്ട് വരുന്നില്ല. എന്താ കാരണം? ഈ രാജകുമാരി സർവവിഭൂഷിതയായിട്ട് ഏറ്റവും സുന്ദരിയായിട്ട് അവിടെ നിൽക്കുമ്പോൾ, അകത്ത് കയറി വരുമ്പോൾ അതിനേക്കാൾ സൗന്ദര്യമുള്ള അനേകരും 4 ചുറ്റും നിൽപ്പുണ്ട്. മനോഹരമായ രത്നങ്ങൾ, സ്വർണ്ണ ബിംബങ്ങൾ എന്ന് വേണ്ടി മറ്റനേക കാര്യങ്ങൾ 2 ചുറ്റുമുള്ളത്. രാജകുമാരി അവിടെ നിൽക്കുകയാണ്. മനോഹരങ്ങളായ വസ്തുക്കൾ, ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ വസ്തുക്കളാണ് വഴിയിൽ കിടക്കുന്നത്. കയറി വരുമ്പോൾ നോട്ടം അങ്ങോട്ടായി പോയാൽ, ഇതിലേതെങ്കിലും ഒന്ന് പിക്കപ്പ് ചെയ്യാനായിട്ട് കുനിഞ്ഞാൽ, നോട്ടം രാജകുമാരൻ തെറ്റിപ്പോയാൽ നീ തോറ്റു. അങ്ങ് ചെല്ലുമ്പോഴേക്കും രാജകിങ്കരന്മാർ നിന്നെ പിടിച്ചോണ്ട് പോവും. അവിടെ വെച്ച തല വെട്ടിക്കളെ. ഒരു പാവപ്പെട്ടവൻ വന്നു. അവൻ വന്നു. വലിയ വേഷവിധാനങ്ങളൊന്നുമില്ല. എന്താണ് ഇതിനകത്ത് നടക്കുന്നത് പിന്നെ ആർക്കും അറിയത്തില്ല. കാരണം
കയറി തോറ്റുപോയെങ്കിൽ തല വെട്ടിക്കളയും. പിന്നെ എന്താ സംഭവിച്ചെന്ന് ആർക്കും പറഞ്ഞുകൂടാ. അവൻ വന്നു, അവൻ നേരെ കയറി അവൻ രാജകുമാരിയുടെ മുന്നിൽ ചെന്ന് നിന്നു. അപ്പോൾ രാജകുമാരി ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഈ ചുറ്റുപാടുകളെ ശ്രദ്ധിക്കാതെ എന്നെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ വരാൻ കാരണം? ഇത്രമാത്രം അലങ്കാരങ്ങളും ആർഭാടങ്ങളും നിറഞ്ഞ ഈ ഹാളിൽ എന്തുകൊണ്ട് താങ്കൾ അത് ശ്രദ്ധിക്കാതെ എൻ്റെ അടുത്തേക്ക് മാത്രം എന്നെ നോക്കും? അപ്പോൾ അവൻ പറഞ്ഞ മറുപടി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ആഗ്രഹിച്ചതും വിലമതിച്ചതും അത് രാജകുമാരിയെ മാത്രമാണ്. അതിൽ കഴിഞ്ഞ ശേഷം ഉള്ളു ബാക്കി എല്ലാ കാര്യങ്ങളും. രാജകുമാരി വരണമാല്യം എടുത്തു അവൻ്റെ കഴുത്തിലാർത്തി. അവനാണ് യഥാർത്ഥമായി അവളെ സ്നേഹിച്ചത്. ഇന്ന് ഈ ലോകയാത്ര നാം പോകുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യം പറയും. പക്ഷേ നമുക്ക് പലവിധമായിട്ടുള്ള ആകർഷണങ്ങളാണ്. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മൾ മുറങ്ങി ഇറങ്ങിത്തിരിക്കും. പക്ഷേങ്കിൽ ആരെങ്കിലും എവിടെ ഒന്ന് വിരട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് പമ്മു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ മറന്നു പോകുന്ന അവസ്ഥ. എങ്ങനെയാ നാം ഈ പാതയിലെത്തിയത്, ഇന്നത്തെ അവസ്ഥയിലെത്തിയത് എന്നുള്ളത് മറന്നു പോകുന്ന അവസ്ഥ മുറുകെ പറ്റുന്ന പാപമാണ്. ആദിമ സ്നേഹം മറന്നു പോകുന്നത് മുറുകെ പറ്റുന്ന പാപമാണ്. ദൈവം ഏറ്റവും വെറുക്കുന്ന പാപമാണ്. കാരണം ദൈവത്തെ മറക്കാതെ ആർക്കും മനുഷ്യനെ മറക്കാൻ സാധ്യമല്ല. നീ വന്ന വഴി യേശുവിന് നല്ലതുപോലെ അറിയാം, ദൈവത്തിന് നല്ലതുപോലെ അറിയാം. നീ എങ്ങനെയാണ് ഇറങ്ങിത്തിരിച്ചത്, നിന്റെ ജീവിതം ആരംഭിച്ചത് എങ്ങനെയാണ്, ദൈവത്തിന് നല്ലതുപോലെ അറിയാം. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ നീ വന്ന വഴികൾ അങ്ങ് മറക്കും. ഞാൻ എന്തായിരുന്നു എന്ന് നീ മറക്കും. അതാണ് സോക്രട്ടീസ് പറയുന്നത്, മാൻ നോ തൈസെൽഫ്. നിന്നെ തന്നെ തിരിച്ചറിയുക, വന്ന വഴികൾ ഓർക്കുക. പക്ഷെ ഇത് ഓർക്കുവാൻ കഴിയുന്നില്ല. ആധുനികമായ ഏറ്റവും മെച്ചപ്പെട്ട ജീവിത സുഖങ്ങളിലൂടെ ദൈവം തന്ന അനുഗ്രഹങ്ങളുടെ പന്താവിലൂടെ മുൻപോട്ട് നടന്നു വരുമ്പോൾ എങ്ങനെയായിരുന്നു ഞാൻ ഇവിടെ എത്തിയത്, ആരാണ് എത്തിച്ചതെന്നൊന്നും ചിന്തയില്ല. ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും താല്പര്യക്കുറവുണ്ട്. കാരണം അതിനേക്കാൾ പല കാര്യങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പക്ഷേ നീ ഇന്ന് ഏതെല്ലാം ആരാധനകളിൽ പങ്കെടുത്തിരുന്നാലും, ഏതെല്ലാം പള്ളികളിൽ പോയിരുന്നാലും, എവിടെയെല്ലാം എന്തെല്ലാം ചെയ്തിരുന്നാലും ദൈവത്തിന് ഒരു കാര്യം വളരെയധികം ഓർമ്മയുണ്ട്. നിന്നെ നട്ടത് എവിടെയാണ്? Where had he planted you? In his vineyard. അവൻ നട്ട തോട്ടം ഒരു ഉപവാസ പ്രാർത്ഥനയുടെ തോട്ടമായിരുന്നു. അത് നീ വളർന്നു വന്നപ്പോൾ നീ ബാക്കിയെല്ലാം മറന്നു. നീ വന്ന വഴികൾ മറന്നു. ഇന്ന് പുതിയ താവളങ്ങൾ, പുതിയ ആത്മീയ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ദൈവത്തെ മറന്നാൽ ദൈവവും മറന്നു പോകും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ ഈ മറക്കുന്നവരെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. വേറെ പുതിയ പുതിയ താവളങ്ങളിലേക്ക്, പുതിയ ലക്ഷ്യങ്ങളിലൊക്കെ പോകുന്ന അവസ്ഥ. 1.5 വർഷം മുൻപ് ദുബായിൽ നിന്നൊരു സഹോദരൻ എനിക്കൊരു കത്തെഴുതി, ഇമെയിലാണ്. ഒരു സഹോദരൻ എന്നെ അങ്ങ് പ്രസംഗം കൊണ്ട് അഭിഷേകം ചെയ്യണം. ഒരു അച്ഛൻ്റെ പ്രസംഗം, നീ ഇത് കേൾക്കണം, ഈ പ്രസംഗം കേൾക്കണം, ഈ പ്രസംഗം കേൾക്കണം. അവിടുന്ന് ഇവിടുന്ന് ഒക്കെയുള്ള അച്ഛൻ്റെ പ്രസംഗമാണ്. ഞാൻ എന്താ ബ്രദർ ചെയ്യേണ്ടത്? ഈ പ്രസംഗം അയച്ചു കൊടുക്കുന്ന വ്യക്തിയെ ഞാൻ ദുബായിൽ കൊണ്ടുപോയി ജോലി വാങ്ങിച്ച് ശുശ്രൂഷകളാക്കി വെച്ച വ്യക്തിയാണ്. ഇപ്പോൾ ജോലിയൊക്കെ അറിയാവുന്ന വ്യക്തിയാണ്. ഈ ശുശ്രൂഷകന്റെ അപ്പൻ ഒരുപാട് ത്യാഗം സഹിച്ച് പ്രവർത്തിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹത്തിന് ആളുള്ള കടപ്പാട് നിമിത്തമാണ് ഞാൻ ആ കൊച്ചിനെ കൊണ്ടുപോയി അവന് ജോലിയെല്ലാം വാങ്ങിച്ചു കൊടുത്തെല്ലാം ആക്കിയത്. പക്ഷെ അവനാണ് ഈ പ്രസംഗം ഒന്ന് കേൾക്കുക, മറ്റേ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുക, മറിച്ച അച്ഛൻ്റെ പ്രസംഗം കേൾക്കുക. എന്നോട് ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് അവനോട് എന്താ പറയേണ്ടത്, ബ്രദർ ഉപദേശിക്കണം. ഞാൻ പറഞ്ഞു, ബ്രദർ ഇതിനകത്ത് ഉപദേശിക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ എൻ്റെ പ്രസംഗം മോശമായിട്ടാണല്ലോ വേറൊരുത്തൻ്റെ പ്രസംഗം ഇന്റർനെറ്റിൽ നിന്നും മറ്റിടത്തും എടുത്ത് അയച്ചു കൊടുക്കുന്നത്. എൻ്റെതായിട്ട് നമ്മുടെ ശുശ്രൂഷ കാര്യങ്ങൾ മോശമാകുമ്പോഴാണല്ലോ വേറെ ശുശ്രൂഷയെ ലൈക്ക് ചെയ്യുന്നത്. ഞാനെന്നും ഫേസ്ബുക്ക് കാണുന്ന വ്യക്തിയാണ്. ഞാൻ ആരെയും ലൈക്ക് ചെയ്യുന്നതും നിങ്ങൾ കാണുകയില്ല. പക്ഷെ ആരൊക്കെ എന്തൊക്കെയാണ് ലൈക്ക് ചെയ്യുന്നത് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ശുശ്രൂഷ പോരായ്മ കൊണ്ട്, എൻ്റെ പോരായ്മ കൊണ്ടാണ് എന്നെ ലൈക്ക് ചെയ്യാത്തതെന്ന് എനിക്ക് നല്ലത് അറിയാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. You are free to do whatever you want. അപ്പോൾ അവൻ മറുപടി അയക്കുകയാണ്, No, I am not going to do that way.
എന്നെ മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് രക്ഷിച്ചത് അച്ഛൻ്റെ പ്രസംഗമല്ല, പിന്നെ ബ്രദറിൻ്റെ പ്രാർത്ഥനയാണ്. അവനെ ഈ നിലയിലാക്കിയത് ബ്രദറിൻ്റെ പ്രാർത്ഥനയാണെന്ന് എനിക്കറിയാം. ഇന്ന് അച്ഛൻ്റെ പ്രസംഗമായിട്ട് വന്നാൽ എനിക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. ദാറ്റ്സ് ലെഫ്റ്റ് യു. ബ്രദർ ഒന്ന് പ്രസംഗിക്കണം, ശുശ്രൂഷ. ഞാൻ എല്ലാ ആഴ്ചയും പോയി പ്രസംഗിച്ചിട്ട് ഞാൻ ഇന്ന് വരെ പ്രസംഗിച്ചിട്ടില്ല, പ്രസംഗിക്കാൻ പോയിട്ടില്ല. മാസങ്ങൾ കഴിഞ്ഞു പോയി. അവസാനം വളരെ ഗുരുതരമായ അവസ്ഥയിൽ അവൻ്റെ മാതാവായി തീർന്നു. എന്നെ നാട്ടിൽ വന്ന് വിളിച്ചു. എന്താ വിളിച്ചത്? അമ്മയ്ക്ക് തീരെ മെഡിസിൻസ് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? എടുത്ത വായിക്കാൻ എനിക്ക് പറയാം, നീ പോയി നിൻ്റെ അച്ഛനോട് ചോദിക്കാൻ. ഞാൻ അതാ പറയേണ്ടത് എൻ്റെ പഴയ സ്വഭാവത്തിന്. ഞാൻ പറഞ്ഞില്ല. ഞാൻ നാട്ടിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ ടെലിഫോൺ വെച്ച് തന്നെ പ്രാർത്ഥിച്ചു. പിന്നെയും 8 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും വിളിക്കുകയാണ്, ബ്രദറെ കുറയുന്നില്ല. വീണ്ടും പ്രാർത്ഥിക്കാം. വീണ്ടും പ്രാർത്ഥിച്ചൊരു 3-4 ദിവസം കഴിഞ്ഞു. ഞാൻ മദ്രാസിൽ 2 മാസം മുൻപ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, മെഡിക്കൽ ചെക്കപ്പിൽ. ടെലിഫോൺ കോൾ. ഇവനാണ്. ബ്രദറെ ഒരു വ്യക്തി, അമ്മ വലിക്കുക. ഒന്ന് ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ ഒരു മറുപടിയും പറയുന്നില്ല. അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കിഡ്നി ഫെയിലായി, എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഫെയിലായി കിടക്കുക. പക്ഷേ അമ്മ പോത്തുമില്ല, ആകെ വലിയ ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ പിന്നെ ബ്രദർ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കണോ? ആ ചോദ്യത്തിന് അവന് മനസ്സിലായി. ബ്രദർ എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ബലഹീനത വന്നുകൊണ്ട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ക്ഷമിച്ചത് കൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുകയില്ല. കാരണം പ്രിയപ്പെട്ട ജോജോയ്ക്ക് അറിയാം, അവൻ്റെ അപ്പൻ അത്രമാത്രം വിശ്വസ്തനായിട്ട് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച മനുഷ്യനാണ്. ശരി, ബ്രദർ ഉപേക്ഷിക്കരുത്. ഇല്ല. എൻ്റെ ആശുപത്രി മുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഒരു വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. ആരൊക്കെ ഇവിടെ ഉണ്ട്? ചേട്ടനുണ്ട്, ബാക്കിയുണ്ട്, എല്ലാ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് എല്ലാം അറിയാം. ഞാൻ ആ വെള്ളം പ്രാർത്ഥിച്ചു. നിങ്ങൾ 4-ാം പ്രതി ഈ വെള്ളം അമ്മയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സമാധാനത്തോടെ ഈ ലോകത്തോട് യാത്ര പറയുവാൻ തക്കതിനൊന്നും സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ അമ്മമ്മയുടെ ജീവനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇവനോട് പറഞ്ഞു, നിന്റെ കുറ്റം, നിന്റെ കുറവ് എവിടെയാണെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു. മക്കളും കൊച്ചുമക്കളുമായിട്ട് എല്ലാവരും ആ മാതാവിൻ്റെ വായിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. അവസാനത്തെ പൊടിക്കുഞ്ഞും വെള്ളം വായിച്ചൊഴിച്ചു കൊടുത്തപ്പോൾ ആ മാതാവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അപ്പോൾ നീ ചെയ്ത കാര്യം നീ മറന്നാൽ ദൈവം നിന്നെ ഓർക്കില്ല. എനിക്ക് നല്ല തിട്ടമുണ്ട്, അതെനിക്ക് തിട്ടമുണ്ട്. നീ എത്ര വലിയ ആത്മീയനാന്ന് പറഞ്ഞാലും, നീ എവിടെല്ലാം പോയി എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും, നീ എന്തെല്ലാം പണിയിച്ചെന്ന് പറഞ്ഞാലും, നീ വലിയ 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 കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവിടെ യാതൊരു നീതീകരണവും ദൈവത്തിൻ്റെ സന്നിധിയില്ല. കാരണം നിന്നെ ആരാ വളർത്തിയത് ദൈവത്തിനറിയാം. നിന്നെ ഏർപ്പെടുത്തിയതും നിന്നെ ചുമതല ഏൽപ്പിച്ചതുമായ കാര്യങ്ങളൊക്കെ ദൈവത്തിനറിയാം. ഇപ്പൊ ഇന്ന് നിനക്ക് ശുശ്രൂഷകൾ അതുപോലെ പ്രവർത്തിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം നിന്നെ മുറുകെ പറ്റുന്ന പാപമാണ്. അതെ, നിനക്കുള്ള സ്ഥാനമാനവും നിന്റെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ നിനക്ക് വേറെടുത്ത് സ്ഥാനമാനങ്ങൾ കിട്ടുന്നു, വലിയ പേര് കിട്ടുന്നു, പെരുവ് കിട്ടുന്നു, വലിയ ആളാകും. നിന്നെ മുറുകെ പറ്റുന്ന പാപമാണ്. മക്കളൊക്കെ കാക്കക്കേട് വളർന്ന് വലുതായ ജോലിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ശുശ്രൂഷയ്ക്കൊരു പുറകോട്ടൊരു പിടുത്തമാണ്. ഇനി വലിയ കാര്യമൊന്നുമില്ലല്ലോ, പങ്കപ്പാടെല്ലാം തീർന്നു. ഞാൻ ഒരു കാര്യവും ചോദിച്ചോട്ടെ, ഒരു കിടപ്പ് നീ കിടന്നാൽ നിന്റെ മക്കൾ കാണുകയില്ല, ആരും കാണും, പ്രത്യേകിച്ച് ഈ നാട്ടിൽ. എവിടെയാണ് നിന്റെ അവസ്ഥ? കാരണം നീ ദൈവത്തോട് വിളിച്ചാൽ, ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, നീ ദൈവത്തെ മറന്നാൽ ദൈവം നിന്നെ മറന്നാൽ. ആരെയും പേടിപ്പിക്കാനൊന്നും പറഞ്ഞ കാര്യമല്ല. നിന്നെ മുറുകെ പറ്റുന്ന പാപത്തെ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഇത് അപകടമാണ്. അതിനായി ഉപവാസ പ്രാർത്ഥന. എത്ര ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞാലും യാതൊരു മാറ്റവുമില്ല. നിനക്ക് യേശുവിൻ്റെ മുഖത്തേക്കല്ല നോക്കാനുള്ളത്. നിനക്ക് ആ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ, സ്ഥാനമാനങ്ങളുടെയും സ്നേഹിതരുടെയും മറ്റനേക കാര്യങ്ങളാണ് നോക്കിക്കൊണ്ട് പോകുന്നത്. നിനക്ക് യേശുവിൻ്റെ അടുത്ത് എത്താൻ കഴിയും. നീ ആയിരിക്കുന്ന അവരൊക്കെ നിന്നെ രക്ഷിക്കുകയല്ല പ്രിയമുള്ളവരെ. നീ കെട്ടിപ്പൊക്കി പടുത്തുകൊടുത്തിയതൊക്കെ വെറുതെ വൃഥാവാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. പക്ഷേ പലപ്പോഴും അനേകർക്കത് കാണുവാൻ കഴിയാത്തതിൻ്റെ കാരണം, ഞാൻ കാണുന്നുണ്ട്, ഇവിടെ ബ്രദർ കാണുന്നുണ്ടാവും. കാരണം ഞങ്ങൾ ഈ ആത്മീയ ശുശ്രൂഷ അനേകരുടെ, ഒരാടെ അല്ല,
അത് കാണുന്നതിൻ്റെ 1000 ഇരട്ടി ഞാൻ കൂടുതൽ വ്യക്തികളെ കാണുന്ന ലോകത്തിന് ധാരാളം. ഇതിൻ്റെ അവസാനം എന്താണ്? നിന്റെ മുറുകെ പറ്റുന്ന പാപത്തെ നിനക്ക് ഒഴിച്ചു കളയാൻ കഴിയുന്നില്ല. നീ പാപം ദൈവം ക്ഷമിച്ചു, ശരി തന്നെ, നിന്നെ ശുദ്ധീകരിച്ചു. പക്ഷെ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. നിന്നെ എത്രയോ പേരുടെ വലിയ വലിയ പ്രശ്നം പലരും ചിലർ വിചാരിക്കുന്നുണ്ട്, എന്താ ബ്രദർ അവനെ സ്നേഹിക്കുന്നത്, അവൻ പാവിയില്ലയോ? പാവിയെ സ്നേഹിക്കുന്ന ദൈവം. നമ്മൾ നോക്കുമ്പോൾ മറ്റവരോട് സംസാരിക്കാൻ പറ്റത്തില്ല, മറ്റവരെ നോക്കാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. ദൈവം പാവിയെ സ്നേഹിക്കുന്നതാണ്. ദൈവം പാവിയോട് പറഞ്ഞു, അസ്ഥിയോട് പറഞ്ഞു, പോക, ഇനിയും അത്ര മാത്രം. നിന്റെ പാപം ക്ഷമിക്കും. പക്ഷേ നീ വീണ്ടും ലോകമോഹങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ശിക്ഷ ഭയാനകമായിരിക്കും. ലോകത്തോടുള്ള ആർത്തി, പണം എങ്ങനെയെങ്കിലും സമ്പാദിക്കുവാനുള്ള എന്തൊരു വ്യഗ്രതയാണ്. നിന്നെ തന്നെ തേച്ച്, നിന്നെ തന്നെ നഷ്ടപ്പെടുത്തി, നിന്റെ കുടുംബത്തെ തകർത്ത് നീ ഓടുമ്പോൾ ഓർത്തുകൊള്ളണം, നീ ശൂന്യതയിലാക്കണം നിന്റെ പോക്ക്. ഞാൻ ആ ജയന്തി പേപ്പറിൽ കത്തുകൾക്ക് മറുപടി എഴുതുമ്പോൾ ചില കത്തുകൾ വരുന്നത് ഞെട്ടിപ്പിച്ച് കളയും. തുടങ്ങിയതേ ഉള്ളൂ, ഞെട്ടിപ്പിച്ച് കളയും. കാര്യം എന്താ? പ്രാർത്ഥിക്കാൻ സമയമില്ല, മക്കളുമായിട്ട് സമയം ചെലവഴിക്കാൻ സമയമില്ല, മക്കൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരോടൊപ്പം ഇരിക്കാൻ സമയമില്ല. ഓട്ടമാണ്. രാവിലെ ഓട്ടം, വൈകിട്ട് ഓട്ടം. പിള്ളേർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വരാൻ പറ്റത്തില്ല, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വരുന്നത്. രാത്രി പിള്ളേർ വൈകിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ഓടി. അവസാനം എഴുതുകയാണ്, മക്കൾക്ക് എന്നോട് സ്നേഹമില്ല. ഞാനവർക്ക് വലിയ വീടൊടിച്ച് വലിയ മുറിയാണ് പണിയിപ്പിച്ചു കൊടുത്തേക്കുന്നത്. പക്ഷെ ഇതൊന്നും അവർക്ക് അറിയില്ല, അവർ എന്നെ സ്നേഹിക്കുന്നില്ല. സ്നേഹിക്കാത്തതിൻ്റെ കാരണം നിന്റെ പണത്തോടുള്ള ആർത്തിയും നിന്റെ ധനത്തോടുള്ള വ്യാമോഹവും കൊണ്ട് നീ ഓട്ടമായിരുന്നു, നീ അവഗണിച്ച് കളഞ്ഞു. ഈ സ്നേഹത്തിൻ്റെ മൂല്യങ്ങൾ നീ മറന്നു കളഞ്ഞു. നിന്റെ മക്കളൊക്കെ വലുതായപ്പോൾ അവർക്ക് നിന്നെ ആവശ്യമില്ല. നീ വലിയ മുറി പണിയിച്ചു കൊടുത്തു, കാറ് വാങ്ങിച്ചു കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള സ്വഭാവം മറന്ന്, സ്നേഹത്തിൻ്റെ മൂല്യങ്ങൾ മറന്ന് നീ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഓർത്തുകൊള്ളണം, നിനക്കൊരിക്കലും ഈ ഓട്ടക്കളത്തിൽ മുൻപോട്ട് പോകാൻ സാധ്യമല്ല. ഭാരങ്ങൾ അസൂയയുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ഭാരങ്ങളുമായിട്ടാണ് പോകുന്നത്. നിനക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് നിങ്ങൾ വിശുദ്ധരായിരിക്കണം. ആ വിശുദ്ധിയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എന്താ വിശുദ്ധി? പരീശന്മാരുടെ വിശുദ്ധിയാണോ നമ്മുടെ വിശുദ്ധി? അല്ല, നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാകണം. നാം ദൈവത്തിന് സന്നദ്ധയിൽ പരമാർത്ഥതയോടെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന മുറുകെ പറ്റുന്ന പാപം എന്താണ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ആത്മീയമായിട്ട് വളരാൻ കഴിയും, ദൈവ കൃപകൾ പ്രാപിക്കുവാൻ കഴിയും. ദൈവിക കൃപകൾ പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ നമ്മളെ മുറുകെ പറ്റുന്ന ഓരോന്നിനെയും നമ്മൾ മുറിച്ചു കളയണം, ഓരോന്നിനെ എടുത്തു കളയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക്, നാം ദൈവത്തിൻ്റെ കൃപകളിലേക്ക് വളരണമെങ്കിൽ അത് നാം ദൈവ സ്വഭാവത്തിലേക്ക് വളരുകയാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വളരുവാൻ കഴിയണം. നമുക്ക് എല്ലാവരെയും സ്നേഹിക്കുവാൻ കഴിയണം, എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയണം, വഹിക്കുവാൻ കഴിയണം, മറ്റുള്ളവരുടെ നന്മയിൽ പ്രശംസിക്കുവാൻ കഴിയണം, മറ്റുള്ള നന്മയിൽ സന്തോഷിക്കുവാൻ കഴിയണം. ദൈവിക സ്വഭാവത്തിലേക്ക് നാം വളരണം. ആ ദൈവിക സ്വഭാവത്തിലേക്ക് വളരുവാൻ കഴിയണമെങ്കിൽ നമ്മളുടെ ഹൃദയത്തിലുള്ള നമ്മുടെ മുറുകെ പറ്റുന്ന പാപങ്ങൾ പറിച്ചു കളയണം. എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അതൊരു വലിയ ചോദ്യമായിട്ട് നിൽക്കട്ടെ. എന്തുകൊണ്ട് എനിക്ക് ദൈവിക കൃപ പ്രാപിക്കുവാൻ കഴിയുന്നില്ല? വളരെ സിമ്പിളായിട്ടുള്ള ആൻസറാണ്. നിന്നെ മുറുകെ പറ്റുന്ന പാപങ്ങൾ നിനക്ക് ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുന്ന അനേകമായ സ്വാർത്ഥ വിചാരങ്ങൾ ഇന്നും നിന്റെ ജീവിതത്തിൽ കൂടിയിരിപ്പുണ്ട്. ദൈവം നിനക്ക് അത് ഉപകാരങ്ങളെയൊക്കെ ഓർക്കുവാൻ നിനക്ക് കഴിയുന്നില്ല, പാപമാണ്. കർത്താവിൻ്റെ സാക്ഷി ആകുവാൻ നിനക്ക് കഴിയുന്നില്ല, പാപമാണ്. നീ പമ്മിൻ്റെ അടുത്തൊക്കെ പമ്മും, ഇവിടെ കയറി സാക്ഷിയൊക്കെ പറയും. ഇപ്പം ഇവിടെ പറയുന്ന സാക്ഷിയില്ല. ഞാൻ വിചാരിച്ച് 10-40 പേര് സാക്ഷി പറയാൻ കാണുന്നു. അവസാനം അതിന് സമയമില്ല, അതിനും ചിന്തിക്കാനൊന്നും സാധ്യമില്ല, സാരമില്ല, അതിനൊന്നും അവസരമില്ല. അതെ, ഇനിയൊരു സാക്ഷി പറയാൻ ആർക്ക് അവസരം കിട്ടുന്ന ആർക്ക് പറയാൻ പറ്റും? പറയാൻ പറ്റുമോ? ഒരു വാർഷിക ഉപാസന എന്നാ വരുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മീയ ശുശ്രൂഷകളല്ല,
ആത്മീയ ശുശ്രൂഷകളിലൂടെ നമ്മെ മുറുകെ പറ്റുന്ന പാപങ്ങൾ കഴുകിക്കളയണം. യേശുവിൻ്റെ സാക്ഷികളായിട്ട് തീരുവാൻ ഇവിടുത്തെ സാക്ഷ്യമല്ല, പുറം ലോകത്തിലേക്ക് ഇറങ്ങണം. നമ്മുടേതായിട്ടുള്ള നൈർമല്യ ലോകത്തിന് കാണുവാൻ കഴിയണം. നമ്മുടെ വിശുദ്ധിയെ ലോകത്തിൽ എല്ലാവർക്കും കാണുവാൻ കഴിയണം. നമ്മുടേതായിട്ടുള്ള ആർഭാടത്തോടുള്ള ആവശ്യം, നമ്മുടേതായിട്ടുള്ള സ്ഥാനമാനങ്ങളുള്ള മോഹങ്ങൾ, നാം പലതും പറയും എളിമയാന്ന്, പക്ഷെ എളിമത്വമൊന്നുമില്ല. നമ്മുടെ എല്ലാം വലിപ്പമാണ്. നമ്മുടെ മക്കളുടെ വലിപ്പം, മക്കളുടെ വലിപ്പം എല്ലാമാണ്. യേശുവിന് മഹത്വം കൊടുക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ മുറുകെ പറ്റുന്ന പാപം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലാണ്. എന്നെ മുറുകെ പറ്റുന്ന ചില പാപങ്ങൾ കാണും, അതായിരിക്കത്തില്ല നിങ്ങളെ മുറുകെ പറ്റുന്ന പാപങ്ങൾ. പക്ഷേ ഒരു കാര്യം, ഈ മുറുകെ പറ്റുന്ന പാവങ്ങളെ പറിച്ചു കളയാതെ ദൈവകൃപയിൽ വളരുവാൻ സാധ്യമല്ല. ഏത് നിമിഷവും ഒരു രീതിയിലുള്ള ചങ്ങലകൾ നമ്മളെ പുറകോട്ട് വലിക്കാൻ സാധ്യമല്ല. ദൈവം ഏൽപ്പിച്ച ചുമതലയിൽ നിന്ന് വിട്ട് ഓടിപ്പോവുകയാണെങ്കിൽ അത് സ്ഥാനമാനത്തിന് വേണ്ടിയും നിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള നിന്റെ മുറുകെ പറ്റുന്ന പാപമാണ്. അവിടെയാണ് വ്യത്യാസം. ഈ മുറുകെ പറ്റുന്ന പാപം എന്ന് പറഞ്ഞാൽ ചില വ്യഭിചാര കർമ്മങ്ങളോ, അല്ലെങ്കിൽ ചില നോട്ടങ്ങളോ, ചില ഭാഷകളോ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ മാത്രമല്ല. മദ്യപാനമാണ്. നിന്റെ അനുദിന ജീവിതത്തിൽ നിന്നെ ദൈവത്തിൻ്റെ വേലയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതിൽ നിന്ന് യേശുക്രിസ്തു വേണ്ടി പ്രവർത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്നത് നിന്റെ പ്രവൃത്തികളാണ്. അതെ, ഈ ഓട്ടത്തിൽ നിന്നെ തളർത്തിക്കളയും. ജീവനുള്ളവൻ നീ അവകാശപ്പെടുമ്പോൾ നീ ജീവനില്ലാത്തവനായി തീരുന്ന ഈ പ്രവൃത്തികളുണ്ടാണ്. മുറുകെ പറ്റുന്ന പാപങ്ങൾ അതെന്തെല്ലാം വേണമെങ്കിലും ആകാം. അതുകൊണ്ട് എനിക്ക് വളരാൻ കഴിഞ്ഞില്ല. എന്താ അതിൻ്റെ കാരണം? ഞാൻ പറഞ്ഞല്ലോ, ഒരു നിസ്സാരമായ ഉദാഹരണമാണ്. വാർഷിക ഉപവാസ പ്രാർത്ഥന പങ്കെടുത്ത കുറച്ച് പേരെങ്കിലും ഇവിടെയുണ്ട്. ഈ കഴിഞ്ഞ 23 ദിവസം എന്തുകൊണ്ട് നിങ്ങൾക്ക് ദൈവകൃപയിൽ വളരുവാൻ കഴിഞ്ഞില്ല? വളരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു വലിയ വളർച്ച ഒന്നുമല്ല, ഒരു തരിമ്പ് വളരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? എവിടെയോ നിങ്ങളെ മുറുകെ പറ്റുന്ന ഏതോ കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അതാണ് കാരണം നാം വിശുദ്ധിയിലായി കഴിഞ്ഞാൽ പരിശുദ്ധാത്മ ഓട്ടോമാറ്റിക്കാണ് ഹൃദയത്തിൽ നമ്മൾ നിറയും. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയമാരവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുമേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ നിറവേറുന്നേ ഒരുങ്ങിയിടാം. പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം. പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യങ്ങളോട് തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. രാജ്യങ്ങളോട് തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ടു താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ടു താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. തീർച്ചയായും ഓരോരുത്തരുടെ ആത്മീയ യാത്രയിലും ആത്മീയ ജീവിതത്തിലും ഒരു കാരണമുണ്ടാകും. അതിനെ വേരോടെ പറിച്ചു കളയുവാൻ കഴിയണം. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുന്ന പരിശുദ്ധാത്മാവോട് വെളിപ്പെടുത്താൻ പറയണം. അത് വെളിപ്പെടുത്തുമ്പോഴാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്ന യേശുവിനെ നോക്കിവിടുവാൻ കഴിയും. ആ പാട്ട് അവസാനത്തെ 3-ാം ശീലം ഒന്നുകൂടെ പാടാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും ബിരുദു പ്രാപിക്കുന്നു മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോരേകൻ മാത്രമല്ലയോ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം
ഓട്ടം തികയ്ക്കാം. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാം. ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാം. ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടം തീരും നാശമായി കാരണം കേട്ടിലാണ് വേഗമായി വേഗം ഓടിടാം. ഓട്ടം തീരും സമീപമായി കാരണം കേട്ടിടാൻ സമയമായി വേഗം ഓടിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഓട്ടക്കളത്തിൽ മൂടുമ്പോൾ വീണുപോകാതെ പിന്നിലായി പോകാനില്ലാതെ ഓട്ടം തികയ്ക്കുവാൻ നേരെ മുന്നിലേക്ക് ഓടുവാൻ വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തുവാൻ യേശുവിനെ നോക്കിക്കൊണ്ട് ലോകം നൽകുന്ന എല്ലാവിധ ആകർഷങ്ങളെയും തള്ളിക്കളഞ്ഞ് യേശുവിനെ മാത്രം നോക്കി മുന്നോട്ട് ഓടുക. നമ്മളെ മുറുകെ പറ്റുന്ന പാപങ്ങളിൽ നിന്നേക്കോട്ട് ഉപേക്ഷിച്ച് പുതിയ സൃഷ്ടികളായി പുതിയ ബലത്തോടും ശക്തിയോടും പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണമായ അഭിഷേകത്തോടും മുൻപോട്ട് പോകാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, അടിയങ്ങളുടെ ഈ ആത്മീയ യാത്രയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ഞങ്ങളെ തളർത്തി കളയുന്ന, ഞങ്ങളെ മുറുകെ പറ്റുന്ന പാപങ്ങളെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. മുൻപോട്ട് പോകാൻ കഴിയാതെ ഞങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ഭാരങ്ങളെന്തെന്ന് നീ വെളിപ്പെടുത്തണമേ. അവയെ എന്നേക്കുമായി ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഓട്ടക്കളത്തിലോടി ദുരിത പ്രാപിക്കുവാൻ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുനാഥിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ.